നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു കൂട്ടക്ഷരങ്ങൾ ടോക്സ് സീരീസിലേക്ക് സ്വാഗതം. കൂട്ടക്ഷരങ്ങൾ ടോക്സിൽ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ബ്ലോഗർ കൂടിയായ പ്രിയപ്പെട്ട രഞ്ജു ആന്റണിയാണ്. രഞ്ജുവിന് സ്വന്തമായി ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ട്. ഒപ്പം തന്നെ അതിന്റെ ഓഫ്ലൈൻ സ്റ്റോറും രഞ്ജു നടത്തുന്നുണ്ട്. സാരികളും റെഡിമെയ്ഡ് ബ്ലൗസുകളും ഒക്കെയാണ് രഞ്ജുവിന്റെ ഒരു വിഭാഗം. രഞ്ജുവിന്റെ വിശേഷങ്ങൾ നമുക്ക് രഞ്ജുവിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു രഞ്ജു ആന്റണിയെ. താങ്ക് യു പവിത്ര. അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഈ ടോക്കിലോട്ട് വിളിച്ചതിന്. ഓഫ്ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞു. ഓഫ്ലൈൻ സ്റ്റോർ ആയിട്ടില്ല കേട്ടോ, വെയർ ഹൗസ് ആണുള്ളത്. അപ്പോ ഓൺലൈൻ സ്റ്റോർ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് സ്വയം പരിചയപ്പെടുത്തു. ആരാണ് രഞ്ജു എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയും? ഓക്കെ, എന്റെ പേര് രഞ്ജു ആന്റണി. ഞാൻ രഞ്ജുസ് വാർഡ്രോബ് എന്ന സാരി സ്റ്റോറിന്റെ ഓണറാണ്. ഇപ്പൊ എനിക്ക് സൗപർണിക എന്ന ഡ്രസ്സസിന്റെ സ്റ്റോറും കൂടെ ഉണ്ട്. രണ്ടും ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എല്ലാവരിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം തന്നെ. അപ്പോൾ ഇപ്പൊ സാരിയിൽ എനിക്ക് ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. രഞ്ജു എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്? മുൻപ് തന്നെ ബിസിനസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണോ? എങ്ങനെയാണ് ഒരു വെഞ്ചർ എന്നുള്ള രീതിയിൽ, ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ജേർണി തുടങ്ങിയ ഒരു കഥയെ കുറിച്ച് പറയാമോ? ശരിക്കും എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇല്ലാത്ത, അതായത് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബിസിനസ് ബേസ് അല്ല. ഞാൻ സാധാരണ ഒരു വീട്ടിൽ ജനിച്ച് ഇടുക്കിയിലെ ചെറിയൊരു വില്ലേജ് ജനിച്ച ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 20 years തൊട്ട് ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അക്കൗണ്ട്സ് ആയിരുന്നു. 18 yearsോളം അക്കൗണ്ടിങ് ഫീൽഡിലായിരുന്നു, നാട്ടിലും ദുബായിലുമായിട്ട്. അപ്പോൾ 2021 ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്ന സമയത്ത് ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ 18 years നമ്മൾ ഒരാളുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കണം. പിന്നെ അതിന്റെ ടെൻഷൻസ്, മക്കൾക്ക് എന്തെങ്കിലും സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്നാലൊക്കെ ഈ പെർമിഷൻ ചോദിച്ച് പോയി തിരിച്ച് ഓടി വരുന്ന ടെൻഷൻസ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു ഇത് വേണം, ബ്രേക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഓർത്തത് ഞാൻ ഇനി ജോലിക്ക് പോകേണ്ട, എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ യാത്രയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കാന്ന് ഓർത്തിട്ടാണ് വന്നത്. പക്ഷെ നാട്ടിൽ വന്ന ഒരു 2 months കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്നെ പോലെ ചിലപ്പോൾ പവിത്രയ്ക്ക് മനസ്സിലാവുമായിരിക്കും, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാതെ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ വീട്ടിലെ പണികളൊന്നും നമുക്ക് അതൊരു പണിയായിട്ട് തോന്നാറില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്താലാണ് നമ്മളായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുക. ആദ്യം ഞാൻ 1-2 ഇന്റർവ്യൂ ഒക്കെ ഇവിടെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടൈമിൽ നമുക്ക് ടൈമിങ്ങിന്റെ ഇഷ്യൂ, അതുപോലെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുന്ന സാലറി ഒന്നും നാട്ടിൽ കിട്ടണമെന്നില്ല. കാരണം ദുബായിൽ ഇത്ര നാളും വർക്ക് ചെയ്ത ഗ്യാപ്പ് വന്നത് കൊണ്ടൊക്കെ നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യല. അപ്പോ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാം. അങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കഴിവുമില്ല, പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. അപ്പോൾ ആകെ അറിയാവുന്നത് ഡ്രസ്സ് ചെയ്യാൻ അറിയാം. എന്നാൽ അത് അഫോർഡബിൾ റേറ്റിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് എന്നെ തന്നെ എനിക്ക് ഒരുക്കാൻ അറിയാമെന്നല്ലാതെ വേറെ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ സ്റ്റൈൽ ചെയ്യാനോ എനിക്ക് അറിയാമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്നെ തന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ വെച്ചിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ ബിസിനസ് ആക്കാം, അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് വീട്ടിലിരുന്ന്, എന്നാൽ അത് വലിയൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം, മന്ത്ലി എനിക്ക് ചെറുതൊരു ഏണിങ്സ്, അതായത് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു പൈസ മേടിക്കാതെ എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കും ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് വന്നത്. അത് പക്ഷെ ആദ്യം മിക്സ് ആയിട്ടായിരുന്നു, അതായത് സൽവാർസ് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് വിൽക്കാന്നുള്ള എനിക്ക്, കാരണം അന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓൺലൈനിൽ എങ്ങനെ ഇത് സെയിൽ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഒരു 1 year ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ റീൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ അറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. കാരണം റൈറ്റിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് റൈറ്റിങ്സിൽ കൂടെയാണ് ശരിക്കും എന്നെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയ, അതായത് റൈറ്റ് ചെയ്യാൻ അറിയാം, അതല്ലാതെ എനിക്ക് ബിസിനസ് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ 1 by 1 ഓരോന്നും ചെയ്ത് തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു സ്റ്റോർ ആയിട്ട് ഓപ്പൺ ആയത്. എന്നാലും ഒരു ഫ്രം സ്ക്രാച്ച് എന്ന് പറയാവുന്ന ഒരു ബിസിനസ് ആണെന്ന് തോന്നുന്നു. രഞ്ജു പറഞ്ഞ പോലെ രഞ്ജുവിന് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അതിൽ നിന്ന് ഓരോന്നായി പഠിച്ചാണ് രഞ്ജു ശരിക്കും ചെയ്തു പഠിച്ചു എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്തു പഠിച്ചു എന്ന് പറയാവുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ നോക്കി കാണുന്ന ഈ ഒരു കുറച്ച് വർഷങ്ങൾ, എനിക്ക് 3 വർഷമായെന്ന് തോന്നുന്നു അല്ലെ തുടങ്ങിയിട്ട്? 3 വർഷമായി. ശരിക്കും 2021 നാട്ടിൽ വന്നെങ്കിലും 1 year-ഓളം 1.5 year-ഓളം ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ.
അത് കഴിഞ്ഞിട്ട് ഇത് ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ള ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തായാലും അത് വിത്തിൻ 1 മന്ത് ഞാനത് ഓപ്പൺ ആക്കി. അപ്പോൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ സെയിൽ ചെയ്യുന്നോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാരി മാത്രമായിട്ട് ചെയ്യുന്ന 1-2 സ്റ്റോറുകളെ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓൺലൈൻ ഇതുപോലെ ഓൺലൈൻ എല്ലാവരും ചെയ്യുന്ന ഒരു സമയമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ തന്നെ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് പറ്റുമോ ക്യാമറയുടെ മുമ്പിൽ? എനിക്ക് ഒന്നാതെ എൻ്റെ സൗണ്ടിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. എനിക്ക് കുഞ്ഞിലെ തൊട്ട് എൻ്റെ സൗണ്ടിനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസേ ഉണ്ടായിരുന്നില്ല എൻ്റെ സൗണ്ടിലൊന്നും. അപ്പോൾ ആദ്യമൊന്നും ഞാൻ എൻ്റെ സൗണ്ട് പുറത്ത് അതായത് ഞാനൊന്ന് സംസാരിച്ച് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്യില്ലായിരുന്നു. എല്ലാം അതായത് പാട്ടൊക്കെ സോങ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പതിയെ പതിയാണ് ഞാൻ എല്ലാം പഠിച്ച് മുമ്പോട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ ശരിക്കും യൂട്യൂബിലും അതല്ലെങ്കിൽ ഇൻസ്റ്റാ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ പേജ് ഉണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചാണ് പതിയെ പതിയെ എൻ്റെ മിസ്റ്റേക്കിൽ കൂടെ തന്നെയാണ് ഞാൻ പഠിച്ചത് ശരിക്കും. അപ്പോൾ വേറെ ഒരാളോട് ചെന്ന് ചോദിക്കാനുള്ള അവസരങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അതെങ്ങനെ ശരിയാക്കി എടുക്കാം അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് വന്നത്. പതിയെ പതിയാണ് ശരിക്കും, സ്മോൾ ബേബി സ്റ്റെപ്സ് ആയിരുന്നു. നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. രഞ്ജുവിന് സഹായിക്കാൻ പറ്റുന്ന മറുപടികൾ രഞ്ജു നൽകുന്നതായിരിക്കും. ഈ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാകും. എങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കുന്ന പ്രധാനപ്പെട്ട സെറ്റ് ബാക്സ് അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നു അതിനെ ഡീൽ ചെയ്തു, അങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ടോ? ഒരുപാടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ആയിട്ട് ഓപ്പൺ ചെയ്ത് വിത്തിൻ 1 മന്ത് തന്നെ എൻ്റെ സ്റ്റോർ ഹാക്കായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല. ആകെ 1200 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതായിരുന്നു എൻ്റെ സ്റ്റോർ. അതായത് അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി പോയി, കുറെ കരഞ്ഞു, ഒത്തിരി പേരോട് ചോദിച്ചു ഇതെന്ത് ചെയ്യും. അപ്പോൾ തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന്, അതായത് അന്നൊക്കെ ഇത്രയും ബോൾഡ് ആണെങ്കിലും പെട്ടെന്ന് എന്ത് സംഭവിച്ചാൽ ആരോട് ഹെൽപ്പ് ചോദിക്കും, എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒറ്റ ദിവസം ഞാൻ സ്റ്റക്കായി നിന്നു. നെക്സ്റ്റ് ഡേ ഞാൻ പെട്ടെന്ന് പുതിയൊരു പേജ് തുടങ്ങി, അത് അനൗൺസ് ചെയ്തു. പോയ ഫോളോവേഴ്സ് എല്ലാം എനിക്ക് പെട്ടെന്ന് എന്നെ ഫോളോ ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് റിസ്ക് കാര്യങ്ങളും എല്ലാം, അതായത് ചലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 1 മന്തിനുള്ളിൽ തന്നെ വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോയത്. പിന്നെ ഒരിക്കലും ഞാൻ ആ മിസ്റ്റേക്ക് ചെയ്യല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ട് അതായത് എൻ്റെ സ്റ്റോറിനെ എങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ആദ്യം എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റോർ ആക്കി എന്നല്ലാതെ ഇതെങ്ങനെ ഇത്രയും സേഫ് ആക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ വേറൊരാൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ബാക്കിൽ പോയി പഠിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതായത് ആ മിസ്റ്റേക്കിൽ കൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ശരിക്കും ഡെയിലി എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിലൊന്നും ഞാൻ അതായത് ആ ഒരു ബ്രേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. എന്താണോ പ്രോബ്ലം അത് സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. അത് ബാക്കിലോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവോ, ആ ബാക്കിൽ അത് പോയി നിൽക്കുവോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഡെയിലി വരുന്ന ചലഞ്ചസ് ഡെയിലി തന്നെ സോൾവ് ചെയ്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ഞാൻ എടുക്കുകയില്ല. ബാക്കിലുള്ളത് ബാക്കി തന്നെ തീർത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നന്നായിട്ട് ബോൾഡായി എന്ന് പറയാം. മൊത്തത്തിൽ എന്നെ ഞാൻ തന്നെ ഒരു ഷേപ്പ് ആക്കി എടുത്തു. നമുക്ക് രഞ്ജുവിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് എങ്ങനെയാണ് രഞ്ജുവിന്റെ ഒരു ദിവസം എന്ന് നമുക്ക് കാണാം. രഞ്ജു അതിനെ കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഡെയിലി ഞാൻ ഒരു 4:30ക്കാണ് എൻ്റെ ഡേ ആരംഭിക്കുന്നത്. അപ്പോൾ 4:30ക്ക് എനിക്ക് 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറിലോട്ട് വരുന്നത്, ഓഫ്ലൈൻ സ്റ്റോറിലോട്ട് വരുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് സ്റ്റാഫ് ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാനിപ്പം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക് വരുന്നു, നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, 1 by 1 ചെക്ക് ചെയ്യുന്നു, ഡാമേജ് ഉള്ളത് മാറ്റുന്നു, പിന്നെ റീൽസ് ചെയ്യുന്നു. റീൽസ് എടുത്തു കഴിയുമ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നു, വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡെയിലി ഷെഡ്യൂൾ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നേരത്തെ എനിക്ക് ആരും ഹെൽപ്പ് ഇല്ലായിരുന്ന സമയത്ത് ഞാൻ തന്നെ സ്റ്റോക്ക് ചെക്ക് ചെയ്യണമായിരുന്നു, ഞാൻ തന്നെ പാക്ക് ചെയ്യണമായിരുന്നു. അതുപോലെ റീൽസ് നമ്മൾ ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് റീൽസ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഞാൻ റിലാക്സ്ഡ് ആയി. പക്ഷേ ഫുൾ ടൈം ഒരു 24 hours ഞാൻ ബിസി തന്നെയാണ്. അതായത് എപ്പോഴും മെസ്സേജുകൾ വരും. ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് റൈറ്റിംഗ്, അതായത് അഡ്രസ് റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ഫ്രീ ആയി.
പക്ഷേ ഡെയിലി പാക്കിങ്ങിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ സ്റ്റോക്ക് പർച്ചേസ് കാര്യങ്ങൾ, സ്റ്റോക്ക് വരുന്ന കാര്യങ്ങൾ, അക്കൗണ്ട്സ്, അതെല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്ത് പോകും. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതിന്റെ ഒരു എന്താ ബാക്ക് ബോൺ നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫുൾ ടൈം ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇപ്പൊ പക്ഷേ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം നേരത്തെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫോണിലായിരുന്നു മെസ്സേജ് വരുന്നത്, ഫോണിൽ തന്നെയായിരുന്നു സെയിൽ. അപ്പൊ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി ഒരു 12 o'clock ഒക്കെ ആകുമ്പോഴായിരിക്കും മിക്കപ്പോഴും ക്ലോസ് ചെയ്ത് ഞാൻ കിടക്കുന്നത്. എന്നാലും രാവിലെ എണീക്കുമ്പോൾ പിന്നെയും കുറേ മെസ്സേജ് ഉണ്ടാവും, അതിന് റിപ്ലൈ കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് അങ്ങനെയായി വന്ന് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഈസിയാണ്. ഇപ്പോഴാണ് ഒരു എന്താ പറഞ്ഞ ഒരു സ്റ്റേബിൾ ആയത്, നന്നായിട്ടൊന്ന് നിൽക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. നേരത്തെയും രഞ്ജുവിന് ഈ സാരി എന്നുള്ള കാര്യത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു? കാരണം വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോ സാരി ഉടുക്കുക എന്നുള്ളത് ചിലപ്പോ ഒരു പുതിയ കാര്യമായിരിക്കാം. എങ്ങനെയാണ് സാരി ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എത്രത്തോളം അതിനോട് സാരി അടുത്തിട്ടുണ്ട്? എനിക്ക് ചെറുതിലേ തൊട്ടേ സാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ മമ്മി പള്ളിയിൽ നിന്ന് വരുന്ന മാറ്റിയിടുന്ന സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ സാരിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തന്നെ. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു 24-25 ഇയേഴ്സിലൊക്കെ ഞാൻ സാരി കൊടുത്ത് ഓഫീസിൽ പോകുമായിരുന്നു അന്ന്, ആ ഒരു ഏജിൽ. അപ്പോൾ സാരിയോട് അത്ര ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ ദുബായിൽ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ, അതായത് ഓണം അങ്ങനത്തെ ടൈമിലൊക്കെ സാരി കൊടുത്ത് ഓഫീസിൽ പോകുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ എപ്പോഴും സാരി കൊടുത്തു. ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മാക്സിമം ഞാൻ സാരി കൊടുത്തിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പൊ കല്യാണമാണെങ്കിൽ ചെറിയ ഫംഗ്ഷൻസിന് പോലും ഞാൻ സാരി കൊടുത്തോണ്ടാണ് പോകുന്നത്. പക്ഷേ സാരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കംഫർട്ടബിൾ ആകുന്ന സാരീസ് ആട്ടോ ഞാൻ കൊടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് എന്നാൽ എലഗന്റ് ആയിട്ടുള്ള സാരീസ്, അതുപോലെ നമ്മൾ യൂണീക്ക് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻസ്, അതൊക്കെ നോക്കിയിട്ടാണ് എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് കസവ് സാരികളോ അല്ലെങ്കിൽ ഒരുപാട് ഗോൾഡ് ടൈപ്പ് ഡിസൈൻസ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒന്നും ഞാൻ കൊടുക്കാറില്ല. സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ആണ് ഇഷ്ടം. ആ ടൈപ്പ് തന്നെ സാരീസ് ആണ് ഞാൻ വിൽക്കുന്നതും. എന്താണോ എനിക്ക് ഇഷ്ടം അത് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. കാരണം ഒരുപാട് കോട്ടൺ ലവേഴ്സ്, അല്ലെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ലവേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഒത്തിരി പേര് ഉണ്ടാവില്ല. നോർമലി നമ്മളൊരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും കസവ് സാരി കൊടുത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനിച്ചു ഇങ്ങനത്തെ സാരീസ് ഒക്കെ ആരെങ്കിലും മേടിക്കോ, കേരളത്തിൽ പ്രത്യേകിച്ചും ആരെങ്കിലും മേടിക്കോ എന്നൊക്കെ ഡൗട്ട് ചോദിച്ചവരുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് അറിയില്ലായിരുന്നു, ആ മാർക്കറ്റ് എനിക്ക് അറിയില്ലായിരുന്നു. അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് കുടുംബം ഈ ഒരു ബിസിനസ്സിനെ നോക്കി കാണുന്നത്? അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അതോ അത് രഞ്ജുവിന്റെ കാര്യം എന്ന് പറഞ്ഞ അവരങ്ങ് ഒഴിവാകുകയാണോ ചെയ്യുന്നത്? അതോ പൂർണ്ണ അവര് സപ്പോർട്ട്? ശരിക്കും എനിക്ക് നല്ല പ്രൗഡാണ്. ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും അമ്മ എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് ഫ്രണ്ട്സിനോട് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണേലും അമ്മയുടെ സ്റ്റോർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മൂത്ത മോൻ നന്നായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഇവര് നന്നായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഒരു ടീം വർക്കായിട്ടാണ് ശരിക്കും പോകുന്നത് ഞങ്ങള്. ഞാൻ രാവിലെ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ തിരക്കാണെങ്കിൽ അവരെന്നെ വന്ന് ശല്യപ്പെടുത്തും. അമ്മ തിരക്കാണെങ്കിൽ എന്താണ് അമ്മ ചെയ്യുന്നതെന്ന് അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെ ശല്യപ്പെടുത്താൻ വരുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മൂത്തയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് എനിക്ക് സോൾവ് ചെയ്ത് തരുന്നത്. ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ലെന്ന് അവൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അമ്മ ഇതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ശരിക്കും അവർക്ക് തന്നെ അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. വലിയ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് വലിയ വാശി കാര്യങ്ങളൊന്നുമില്ല. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും പഠിത്തമൊക്കെ ആണെങ്കിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സെന്റിമെന്റ്സ് ആയിട്ടൊന്നും അവന്മാർ എൻ്റെ അടുത്തോട്ട് വരികയില്ല. അമ്മേനെ നോക്കുന്നില്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അമ്മ എന്താണോ ഹാപ്പി ആയിട്ട് അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു രണ്ടു മക്കളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ഈ ഒരു സാരി സെയിൽ അങ്ങനെയുള്ള ഒരു രംഗത്തേക്ക് വന്നപ്പോ കാണുന്ന ചില ട്രെൻഡുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന സാരികൾ ഏതൊക്കെയാണ്? ഏതാണ് പെട്ടെന്ന് വിറ്റുപോകുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സാരിയുടെ ഒരു ഫാഷൻ ട്രെൻഡ്? ഓക്കെ, ശരിക്കും നമ്മൾ ഇന്ത്യൻ ഫാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ നോർത്ത് ഇന്ത്യ തുടങ്ങി ഒരു 6 months കഴിഞ്ഞിട്ടാണ് അത് കേരളത്തിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കുമാണ് ഇവിടെ നോർമലി എല്ലാ സ്റ്റോറിലും ആ സാധനങ്ങൾ വന്നു തുടങ്ങുള്ളൂ. ഞാനപ്പോൾ ശരിക്കും ഞാൻ ഫോളോ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെയാണ്. ഞാൻ നോർത്ത് ഇന്ത്യൻ അവിടെ എന്താണ് ചലഞ്ചസ്, അതായത് ചേഞ്ചസ് ഉണ്ടാകുന്നത്, അവിടെ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ്, അതായത് നമുക്കത് പറ്റുമെങ്കിൽ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യൂടെ. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ ആൻഡ് ജയ്പൂരാണ്. അതായത് നോർമലി അവിടുത്തെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങൾ, മിക്സ് ആയിട്ട് വരാത്ത പ്യുവർ കോട്ടാഡോറിയ, പ്യുവർ ചന്ദേരി സിൽക്ക്, അതായത് മഹേശ്വരി സിൽക്ക് കോട്ടൺ, അങ്ങനെ വരുന്ന സൗത്ത് ഇന്ത്യ വരുമ്പോഴത്തേക്കും ആ ടൈപ്പ് എല്ലാം മിക്സ് ആയി പോകും. അങ്ങനെ മിക്സ് ആവാത്ത പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കുകളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ട്രെൻഡായി പോകുന്നത് കോട്ടാഡോറിയാണ്. അത് ജയ്പൂർ കോട്ട എന്ന് വരുന്ന പ്യുവർ കോട്ടാഡോറിയ.
അപ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്ന കോട്ടാഡോറി ഒന്നും കേരളത്തിൽ അങ്ങനെ സെയിൽ ആവില്ല. കാരണം എല്ലാവർക്കും ഒന്നും നമ്മുടെയൊക്കെ കുഞ്ഞിലെ ടീച്ചേഴ്സും ഡോക്ടർമാരെയൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കോട്ടാഡോറിയ ഫാബ്രിക്. പക്ഷെ എന്നാലും ഇപ്പോൾ എങ്ങനെയായിരിക്കും ആൾക്കാർ അതിനെ നോക്കി കാണുന്നതെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ കോട്ടാഡോറിയ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാ ഏജിലുള്ളവരും ആ ഒരു സാരീസ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എത്ര സാരി വന്നാലും സെയിം ഡേ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന രീതിയിലോട്ട് കോട്ടാഡോറിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ കോളേജിൽ ഉടുത്ത് ശീലമുള്ളവർ, അല്ലെങ്കിൽ പണ്ടത്തെ പ്രൊഫസർമാര് അല്ലെങ്കിൽ ഡോക്ടർമാര് റിട്ടയർ ആയവരൊക്കെ തൊട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, രഞ്ജു പഴയ കാലത്തോട്ട് കൊണ്ടുപോയി, പഴയ ആ സ്റ്റഫ് കൈ കിട്ടി, ഇപ്പൊ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് എനിക്ക് വരാറുണ്ട്. എന്നാൽ പുതിയ പിള്ളേർക്ക് അവരുടെ അമ്മമാർ കൊടുത്ത് അല്ലെങ്കിൽ ടീച്ചർമാർ കൊടുത്ത് ഒക്കെ കണ്ടിട്ടുള്ളവരും എൻ്റെ ഒരു ഏജിലുള്ളവരും അതിന് താഴെയുള്ളവരും വരെ കോട്ടഡോറിയെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. ഒന്ന് ഉടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല ബ്രീത്തബിൾ ആണ്. അപ്പൊ നമ്മൾ സാരി ഉടുത്തിട്ടെന്നുള്ള ഫീല് പോലും നമുക്ക് വരികയല്ല, അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാം. പിന്നെ ചില ആൾക്കാർക്ക്, അതായത് നമുക്ക് കോട്ടൻ പോലത്തെ സാരികൾ ഉടുത്ത് സ്റ്റിഫ്നെസ് ഉള്ള സാരികൾ ഉടുത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഫസ്റ്റ് കാണുമ്പോൾ. പക്ഷെ ഒന്ന് ഉടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും മൂവിങ് ഉള്ളത് കോട്ടാഡോറിയ, ചന്തേരി കോട്ടൺ, സിൽക്ക് കോട്ടൺ, അതൊക്കെയാണ് ഏറ്റവും മൂവിങ് ആയിട്ട് പോകുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഇതിന്റെ സപ്ലയേഴ്സിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ രഞ്ജു, അതിന്റെ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സപ്ലയർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഞാൻ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ബാംഗ്ലൂർക്കാണ് പോയി. അന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ബാംഗ്ലൂർ എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളതിന് നമുക്കൊരു ഫാഷൻ ഹബ്ബാണ് ബാംഗ്ലൂർ എന്നുള്ള മനസ്സിലുള്ളത് കൊണ്ടാണ് പോയത്. പക്ഷേ ബാംഗ്ലൂർ ശരിക്കും അതൊരു മിഡിലിൽ നിൽക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്നുള്ള സാധനം വന്നിട്ട് അവിടെ ഹോൾസെയിലേഴ്സ് വിൽക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. പക്ഷെ അവിടെ കൂടുതലും ഈ സിന്തറ്റിക് ആയിട്ട് ഐറ്റംസ്, അല്ലെങ്കിൽ സെമി സിൽക്ക്, അല്ലെങ്കിൽ പ്യുവർ സിൽക്ക് ഉണ്ട്, പക്ഷെ അത് റെയർ ആയിട്ടേ ഉള്ളൂ ബാംഗ്ലൂർ. അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ അന്ന് കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമായത് കുറച്ച് പീസുകൾ എടുത്തു എന്നല്ലാതെ പിന്നെ അവിടെ ഞാൻ ഒരിക്കലും പർച്ചേസ് ചെയ്തിട്ടില്ല ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ പിന്നെ ഞാൻ നല്ല സപ്ലൈസ്, അന്ന് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് സ്കൂൾ തുടങ്ങുന്ന സമയം എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൺലൈനിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് 2-3 സപ്ലൈസിനെ കിട്ടി. സപ്ലൈസ് എന്ന് പറയാൻ പറ്റില്ല, മാനുഫാക്ചേഴ്സ്. സപ്ലൈസ് നമുക്ക് ഒരുപാട് കിട്ടും. കാരണം സപ്ലൈസ് മിഡിലിൽ നിൽക്കുന്നവരാണ്. അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരിക്കും, അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവരതൊക്കെ ഫോട്ടോയൊക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നവർ, അത് ശരിക്കും സപ്ലയേഴ്സ് മിഡിലിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അവരുടെ പ്രോഫിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം കിട്ടത്തുള്ളൂ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാല്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ആദ്യം മേടിക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തിരിച്ച് ഡാമേജ് ആണെന്ന് പറഞ്ഞാൽ തിരിച്ച് അയക്കാൻ പറ്റില്ല, പൈസ തിരിച്ച് തരികയില്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് അവിടെ നിന്ന് സാധനം മേടിച്ചത് എല്ലാ പീസുകളും ഡാമേജ് ആയിരുന്നു. തിരിച്ചയക്കാന്ന് പറയുമ്പോൾ ഇവര് എടുക്കുകയില്ല, നമ്മൾ തിരിച്ചയച്ചിട്ട് ആ സാധനം അവിടെ ചെന്നിട്ടും അവർ കിട്ടിയില്ല എന്ന് പറയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവര് വഴി എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഒരൊറ്റ മാനുഫാക്ചർ, അതായത് ഫാക്ടറി ഉള്ള മാനുഫാക്ചറിനെ കിട്ടിയത്. ഫാക്ടറി ഉള്ളവരുടെ അടുത്ത് നിന്ന് സാധനം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന നല്ലൊരു റേറ്റിൽ കിട്ടുന്ന സാധനം. അപ്പോൾ അവര് പക്ഷേ നമുക്ക് ഒരു സമയത്ത് വിളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് വിളിക്കണം. അപ്പോൾ ആ സമയത്ത് അവർ കാണിച്ചു തരുന്ന എന്താണോ അതേ കാണാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഫോണിൽ എന്താണ് ക്ലാരിറ്റി ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഹാൻഡ് ബ്ലോക്കുകളൊന്നും എടുത്ത് കാണാനോ, അല്ലെങ്കിൽ അന്ന് ഞാൻ ഹാൻഡ്ലൂം സാരികളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഹാൻഡ്ലൂംസ് ആണ് കൂടുതൽ. അപ്പോൾ അവർ കാണിച്ചു തരുന്നത് എന്താണെന്നൊരു സ്റ്റഫ് ഒന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല അവരുടെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി വെച്ചിട്ട്. പക്ഷെ ആ റിസ്ക് എടുത്ത് ഞാൻ അവിടെ നിന്ന് 2 പേരെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 മാസം കഴിഞ്ഞാണ് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവരെ കാണുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇവർ എന്നെ ഓർത്തോണ്ടിരുന്ന നോർമലി വാട്സപ്പിലൊക്കെ സെയിൽ ചെയ്യുന്ന റീസെല്ലർ എന്നുള്ള ഒരു മൈൻഡോട് കൂടിയാണ് ഇവരെന്നെ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് എന്നെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ ഡിസൈൻ വരുമ്പോൾ തന്നെ ഇവരെന്നെ വിളിച്ചിട്ട് ആദ്യം തന്നെ പറയും, ദീദിക്ക് വേണമെങ്കിൽ എടുത്തോ, അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അതിലോട്ട് എത്തി. പക്ഷെ അത് കുറെ മാസങ്ങൾ എടുത്താട്ടോ അങ്ങനെ ആയത്. അപ്പോൾ ഇപ്പൊ എനിക്ക് ജയ്പൂരും അതുപോലെ തന്നെ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട്. പുതിയ ഹാൻഡ് ബ്ലോക്ക് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഹാൻഡ് ബ്ലോക്ക് വേണോന്ന് ചോദിച്ചിട്ട് ബ്ലോക്കിന്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരും, ആ ബ്ലോക്ക് വെച്ച് സാരി ചെയ്യണമെന്ന് ചോദിച്ചു. അത് പക്ഷേ അതിനൊക്കെ നമുക്ക് ടൈം എടുക്കും. പെട്ടെന്ന് നമ്മളൊരു സ്റ്റോർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ നമ്മുടെ സ്റ്റോറിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് സാധനം തരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ജെന്യുവൻ ആണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാലാണ് ഇവർ നമുക്ക് സാധനം തരത്തുള്ളൂ. അങ്ങനെയുണ്ട്. സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ടോ സാരികൾ, അതോ മാനുഫാക്ചേഴ്സ് തരുന്ന ഡിസൈനുകൾ തന്നെ നമ്മൾ എടുക്കുകയാണോ ചെയ്യുന്നത്? മാനുഫാക്ചേഴ്സ് ഡിസൈൻ അല്ല തരുന്നത്, ബ്ലോക്കുകൾ കാണിച്ചു തരിക. ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന ബ്ലോക്കുകൾ ഉണ്ടല്ലോ, അവർക്ക് ഓരോ ഫാക്ടറീസിനും ഓരോ ബ്ലോക്കുകളായിരിക്കും, കുറച്ചധികം ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ബ്ലോക്ക് വെച്ചിട്ട് പുതിയ ഡിസൈൻ വേണോന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ കളർ കോമ്പിനേഷൻ ചെയ്യാവോ, അല്ലെങ്കിൽ ഈ കളറിൽ ഇന്ന ബ്ലോക്ക് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അവർ ചെയ്തു തരും. അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്തേക്കുന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് എടുക്കാം.
മാർക്കറ്റിൽ ഞാൻ കൂടുതലും മാർക്കറ്റിൽ അങ്ങനെ ട്രെൻഡ് ആവാത്ത ഡിസൈൻസും ബ്ലോക്കുകളും നോക്കിയാണ് ആദ്യം തന്നെ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ അടുത്ത ഡിസൈനിലോട്ട് പോകും. അങ്ങനെയാണ് എപ്പോഴും പോകുന്നത്. ഈ മാനുഫാക്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പോ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ ആളുകളെ ഡീൽ ചെയ്യാന്നുള്ളത് ഒരു വലിയ തലവേദനയാണല്ലോ. അപ്പോ എങ്ങനെയാണ് അതിനെ കുറച്ചുകൂടി എളുപ്പമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പൊ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു, എങ്കിലും ആദ്യ ഘട്ടത്തിലൊക്കെ വളരെയധികം ചിലരൊക്കെ മോശമായി പെരുമാറാം, അല്ലെങ്കിൽ അവര് റൂഡായി പെരുമാറുകയൊക്കെ ചെയ്യാവുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത്? അത് എനിക്ക് ആദ്യം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ അറിയാവുന്നവർ മാത്രം ഉള്ളായിരുന്നു. അതായത് ഇപ്പോൾ ആദ്യത്തെ എൻ്റെ കസ്റ്റമർ പവിത്രയൊക്കെ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു ആദ്യം. അപ്പോൾ എന്നെ ഡയറക്റ്റ് അറിയാവുന്നവരാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാലും അവരോട് പറയാൻ നമുക്ക് പറ്റും, ഇത് ഇന്നത് കൊണ്ടാ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരാണ്ട് സാരമില്ല രഞ്ജു എന്ന് പറഞ്ഞിട്ട് അത് അടുത്ത എന്താണോ സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യം ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പുതിയ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. നമ്മളൊരു ഓപ്പൺ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ട് വരുന്നു. അപ്പൊ ഇവർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെ ഞാൻ രഞ്ജുവിനെ വിശ്വസിക്കും, ജെന്യുവിനാന്ന് എങ്ങനെ അറിയും, അതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ നമ്മളോട് ചോദിക്കും. അതൊക്കെ നമുക്കപ്പം സോൾവ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മളെ ആദ്യം അവരുടെ പ്രൂവ് ചെയ്യണമെന്നുള്ളത് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ പിന്നെയാണ് ഇവർക്ക് ഞാൻ സാധനം അയക്കാൻ തുടങ്ങി, ജെന്യുവിനാന്ന് മനസ്സിലായി. പിന്നെ ഇവര് തന്നെയാണ് അടുത്ത ആൾക്കാരോട് പറഞ്ഞ രഞ്ജുവിന്റെ കയ്യിൽ ഇത്ര നല്ല സാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എനിക്ക് ശരിക്കും മൗത്ത് ടോക്കിംഗ് വഴിയാണ് എനിക്ക് കൂടുതൽ മാർക്കറ്റിംഗ് അങ്ങനെ എനിക്ക് ഒരുപാട് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. പക്ഷെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ടെങ്കിലും എനിക്കൊരു 90% നല്ല ആളുകൾ തന്നെയാണ്, നമ്മളെ പോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും, അതായത് നമ്മൾ എപ്പോഴും ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്തൊക്കെ അയക്കുന്നത്. അങ്ങനെയാണെങ്കിലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഒരു 100 പീസ് പോകുമ്പോൾ ഒരു പീസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാതിരിക്കുന്നോ, ഡെലിവറി ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവര് ചില ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. അയക്കണമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ അയച്ചിട്ടില്ലാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതെന്തായി ഇത്ര സാധനം കിട്ടാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ ട്രാക്കിംഗ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇന്ന ദിവസം തന്നെ അയച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ സെപ്പറേറ്റ് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടുന്നത്, നമ്മുടെ പേരിൽ വേറെ ആൾക്കാർ എന്ന് കമന്റ് ചെയ്ത് അവർക്ക് കൊണ്ടുപോയി പേയ്മെന്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അത് ഫേസ്ബുക്കിലാണ് കൂടുതലും. അപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ അതുകൊണ്ട് മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ കമന്റ് വഴിയോ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. ഫേസ്ബുക്കിൽ ഉള്ളവരോട് വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇവർക്ക് പക്ഷേ ആരെങ്കിലും കമന്റിന് റിപ്ലൈ കൊടുത്ത്, കൂടുതലും ഏജ് ഉള്ളവർക്കാണ് ഇത് പറ്റുന്നത്. അപ്പോ എന്റെ സാരീസ് കാണുമ്പോഴത്തേക്കും ഇവര് ഇതെങ്ങനെ മേടിക്കുന്നു ചോദിക്കുന്നതിന്റെ താഴെ വന്നിട്ട് വേറെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും. ആ വാട്സപ്പിൽ പോയി അവർ പേയ്മെന്റ് ഇടും. അത് കഴിഞ്ഞ് സാധനം കിട്ടാതെ ആകുമ്പോഴത്തേക്കുമാണ് എന്നെ അന്വേഷിച്ച് വരുള്ളൂ. അന്നേരത്തേക്കും എന്റെ നമ്പറൊക്കെ എങ്ങനെയും കണ്ടുപിടിച്ച് എന്റെ അടുത്ത് വരും. എന്നിട്ട് എന്നോട് പറയും ഇത് രഞ്ജുവിന്റെ സ്റ്റാഫ് ആയിരിക്കും ഈ പൈസ മേടിച്ചത്, രഞ്ജു അറിയാതെ മേടിച്ചതായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് ഒത്തിരി ചീത്ത വിളിക്കും. ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ സാധനം തരാന്ന് പറഞ്ഞിട്ട് സാധനം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോലും നമുക്ക് സമയം എടുക്കും, ഇത് ഞാനല്ല മേടിച്ചതെന്ന്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ്. അതുപോലെ ഞാൻ ബ്ലൗസുകൾ കൂടുതലും ചെയ്യുന്നുണ്ട്. ബ്ലൗസും സാരിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ബ്ലൗസുകൾ എപ്പോഴും ഓൾട്രേഷന്റെ ഇഷ്യൂസ് എപ്പോഴും വരും. അപ്പം കിട്ടുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത് ഓൾട്ടർ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് ഇടാറുണ്ട്. വീഡിയോ ആയിട്ട് ഇതെങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഓൾട്ടറേഷൻ എന്ന് പേഴ്സണലി മെസ്സേജ് ഇടും. അപ്പോൾ ചിലവർക്കൊക്കെ മാത്രമാണ് പിന്നെ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത്. ബാക്കി എല്ലാവരും നമുക്ക് ഓൾട്ടർ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നവരാണ്. ഒത്തിരി തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും മാനേജ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേരൊന്നും, എല്ലാവരും തന്നെ നല്ല ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ ചുരുക്കം ആൾക്കാരാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വരാറുള്ളൂ. ബാക്കി എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്. ഈ റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു ഫേമസ് ആയിരുന്നില്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ബ്ലൗസ് തയ്പ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ഥിരം പരിപാടി. അതിൽ നിന്ന് റെഡിമെയ്ഡ് ബ്ലൗസിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോഴും ആളുകൾ തയ്പ്പിക്കലിലാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അതോ റെഡിമെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടോ ഭയങ്കരമായിട്ട്? ഇല്ല, റെഡിമെയ്ഡ് ബ്ലൗസുകൾക്ക് എനിക്ക് നല്ല മൂവിങ് ഉണ്ട്. അത് കൂടുതലും കോട്ടൺ ബ്ലൗസുകൾക്ക് നല്ല മൂവിങ് ഉണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ കൊടുത്ത് തയ്പ്പിക്കണമെങ്കിൽ നമുക്കറിയാം നല്ല റേറ്റ് ആവും. കേരളത്തിലെ ടൗണുകളിലൊക്കെ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് അവർ മേടിക്കും. അപ്പൊ അത്രയും പൈസ പോലും ഇല്ലാതെ നല്ലൊരു ഡിസൈൻ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ലൂസ് ആക്കാനും ടൈറ്റ് ആക്കാനും പറ്റുന്ന രീതിയിൽ ഓൾട്രേഷൻ എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ മേടിച്ചൊന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ മേടിക്കുന്നവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബ്ലൗസ്, അതായത് പല ഡിസൈൻസ് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കൂടുതലും സ്ലീവ്ലെസ് ഇപ്പൊ സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരായി. ഒത്തിരി പേരും സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് സ്ലീവ്ലെസ് ആണ് ഇപ്പൊ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ
എല്ലാ ടൈപ്പ് ബ്ലൗസുകളും ചെയ്യുന്നുണ്ട്. ബ്ലൗസ് തയ്പ്പിക്കാൻ പോകുന്നതിന്റെ ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട്, അതായത് നന്നായിട്ട് തയ്ച്ച് കിട്ടണമെന്നില്ല. നമ്മൾ ഈ കൊടുക്കുന്ന പിന്നെയും പൈസയ്ക്കുള്ള കുറെ വാല്യൂ ഓൾട്ടർ ചെയ്യേണ്ടി വരും. സാധനം അതെ ഓൾട്ടർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടിയല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ബ്ലൗസ് തയ്ക്കുന്നേക്കാളും മേടിക്കുന്നതാണ് ലാഭം എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കൂടുതലും ടൗൺ ഏരിയയിലുള്ളവരാണ് എനിക്ക് ബ്ലൗസ് മേടിക്കുന്ന കസ്റ്റമേഴ്സ്. കൂടുതൽ അങ്ങനെയാണ് ബ്ലൗസ് പോകുന്നത്. ഈ സൽവാർസും കോഡ് സെറ്റും ഒക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടി ഉണ്ടല്ലോ രഞ്ജുവിന്. അതിന്റെ ഒരു കസ്റ്റമേഴ്സ് എങ്ങനെയാണ്? അത് കൂടുതലും ഡെയിലി വെയർ എന്നുള്ള രീതിയിലൊക്കെയാണോ, അതോ പാർട്ടി വെയർ ഡ്രസ്സുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോഡക്റ്റ് റേഞ്ച്? അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കുകൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് യൂണിറ്റ് ഡിസൈൻ കൊടുക്കും, ഡിസൈൻ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയായിരുന്നു വിറ്റോണ്ടിരുന്നത്. അത് പക്ഷേ അത്രയും, അതായത് എൻ്റെ ഒരു ഏജുള്ള കസ്റ്റമേഴ്സ് മാത്രമായിരുന്നു, അങ്ങനെയായിരുന്നു, അവരായിരുന്നു മേടിച്ചോണ്ടിരുന്നത്. അപ്പൊ കൂടുതലും ഇപ്പം ടീനേജേഴ്സിനുള്ള സാധനം വേണമെന്നും പറഞ്ഞ ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ കൊറിയൻ ടോപ്സ് ഫ്രോക്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ടീനേജേഴ്സിന് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കൊറിയൻ ടൈപ്പ് ഫ്രോക്സ് ടോപ്സ് അതൊക്കെയാണ് ഇപ്പൊ സൗപർണികയിൽ ചെയ്യുന്നത്. ഇതിന്റെ ഒരു വെയർഹൗസ് ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എങ്ങനെയാണ് ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പല സാധനങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോ റീസെല്ലിംഗ് ഒന്നും പോലെ അല്ലല്ലോ. അപ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത്? ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വീടിന്റെ ഉള്ളിൽ തന്നെ മമ്മിയുടെ ഒരു പഴയ ഒരു ചെറിയ റൂമിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വല്ല ലൈറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ വീഡിയോയിൽ അങ്ങനെ ഞാനായിട്ട് വീഡിയോ എടുക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങോ ഐഡിയ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ഫോട്ടോ എടുത്ത അതായത് ഒരു ബ്ലൗസ് ആണെങ്കിൽ ഒരു ബ്ലൗസ്, അല്ലെങ്കിൽ ഒരു സാരി ആണെങ്കിൽ സാരി, അങ്ങനെയാണ് വിറ്റോണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം സെയിലായി തുടങ്ങി കഴിഞ്ഞാൽ, അതെല്ലാം സെയിലായി പോകുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ പുറത്ത് നമുക്കൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. അതും പക്ഷെ ചെറിയൊരു റൂമായിരുന്നു, അതിൻ്റെ അകത്തോട്ട് മാറി. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയും എനിക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. അതായത് പ്രൊഡക്റ്റുകൾ നമ്മൾ കുന്നുകൂടി കഴിയുമ്പോൾ സാധനം പാക്ക് ചെയ്യാൻ സ്പേസ് വേണം. നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് സാധനങ്ങൾ വരുന്നത് സ്റ്റോർ ചെയ്യണം, അതുപോലെ റീൽ എടുക്കണം. അതിനുള്ള സ്പേസ് വളരെ കുറവുള്ള ഒരു കുഞ്ഞൊരു റൂമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ വീടെടുത്ത് മാറിയപ്പം എനിക്ക് വെയർ ഹൗസും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വെയർ ഹൗസ് സ്പേസ് വേണം എന്ന് എനിക്ക് പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് വീടെടുത്തത്. അതായത് ബേസ്മെന്റിൽ വെയർ ഹൗസ് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വീടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ വെയർ ഹൗസ് നമ്മൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നേ നമ്മൾ വെയർ ഹൗസ് ആയിട്ട് തന്നെ ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം നല്ല സ്പേസ് ഉണ്ട്. അതായത് റീൽ എടുക്കാൻ സ്പേസ് ഉണ്ട്, പാക്ക് ചെയ്യാൻ വേറെ റൂമുണ്ട്, സ്റ്റോക്ക് വെക്കാൻ വേറെ റൂമുണ്ട്, അങ്ങനെ സ്പേസ് ആയി. അപ്പൊ അതനുസരിച്ച് നമുക്ക് കൂടുതൽ സ്റ്റോക്കും എടുക്കാൻ പറ്റും. നേരത്തെ എനിക്ക് ഇത്രയും സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. വീക്കിലി വൺസ് ആയിരുന്നു ഞാൻ സ്റ്റോക്ക് എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു 6 ഡേയ്സ് കൊണ്ട് 6 ഡിസൈൻ ടൈപ്പ് ഞാൻ എടുക്കും. അപ്പോൾ 6 ഡേയ്സ് കൊണ്ട് എങ്ങനെ വിൽക്കാൻ പറ്റുമോ അത്രയും വിറ്റ് തീർക്കുമ്പോൾ അടുത്ത സ്റ്റോക്ക് വരുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡെയിലി സ്റ്റോക്ക് വരികയാണ്. ഡെയിലി തന്നെ നമ്മൾ ഡെയിലി റീൽ എടുത്ത് ഡെയിലി തീർക്കുന്ന രീതിയിൽ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് ബാക്കി വരുന്ന പീസുകൾ വെക്കാനാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഓഫ്ലൈൻ സ്റ്റോർ പോലെ വിളിച്ചിട്ട് വരുന്നവരുണ്ട്. വെയർ ഹൗസ് തന്നെയാണെന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് പോലെ കൊടുക്കും. കാരണം നമ്മൾ പാക്കിങ്ങിന്റെ സമയത്തൊക്കെ ആളുകൾ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ വെബ്സൈറ്റ് ത്രൂ സെയിൽ ആയതുകൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് സെയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ ഇവിടെ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് കൺഫ്യൂഷൻ ആവും, ഇത് പോയതാണോ പോകാത്തതാണോ, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എന്നെ വിളിച്ചിട്ട് വരാൻ പറ്റുന്നവരെ അങ്ങനെ വന്നിട്ട് നോക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ സ്റ്റോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് ഇത് ഓഫ്ലൈൻ സ്റ്റോർ തന്നെയാണ്. ശരിക്കും ഓഫ്ലൈൻ സ്റ്റോർ അല്ല, ഓൺലൈൻ തന്നെയാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് വന്ന് നോക്കി എടുക്കാവുന്ന മാത്രം. ഈ ഒരു ബിസിനസ് തുടങ്ങിയ ശേഷം ഉള്ള രഞ്ജു ആന്റണിയെ എങ്ങനെ നോക്കി കാണുന്നു? അതായത് ഒരു 3 വർഷം മുമ്പുള്ള രഞ്ജുവിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പത്തെ രഞ്ജുവിന് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി ബോൾഡായി. അതുപോലെ ഞാൻ ഒരുപാട് പോസിറ്റീവായി. കാരണം എനിക്ക് വേറെ ഒന്നും തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ ഉള്ള ഒരു ടൈമേ ഇല്ല. ഞാൻ ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. ഒരു നെഗറ്റിവിറ്റി എന്റെ ജീവിതത്തിലോട്ട് ഇപ്പൊ വരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം എന്നെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും ടോക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും എന്റെ ലൈഫിലില്ല. ഞാൻ ഇതിൽ 100% കൊടുത്തു നിൽക്കുന്നതുകൊണ്ട് ഞാൻ നല്ലൊരു പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കൂടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിന്റെ ഇപ്പൊ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ 4 ഇരട്ടി പണി ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ ഓരോ ടൈമിനും നല്ല വാല്യൂ ഉള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി, അതായത് ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നാൾ വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇല്ലാതെ ചെയ്യുന്ന ഒരു ഫ്രീഡം, ആ ഫ്രീഡം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വീക്കിലി വൺസ് ആണെങ്കിലും അവർക്ക് വേണ്ടി നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് മീ ടൈം ആണെങ്കിലും എല്ലാത്തിനും എനിക്ക് നല്ലൊരു ഹാപ്പിനെസ്
ബിസിനസ്. അതായത് എനിക്ക് തോന്നുന്നു ഇതായിരുന്നു എൻ്റെ ഒരു ഫീൽഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സമയമാകാൻ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിന് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാം, അതായത് നമ്മൾ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഇതിലോട്ട് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പണ്ട് ഓർത്തോണ്ടിരുന്ന ഓഫീസിൽ ചെന്ന് ഞാൻ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ഹാപ്പിനെസ് എന്ന് ഓർത്താൻ ഞാൻ ഇരുന്നോണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് ഒരു ഹാപ്പിനെസ്സും ഇവിടെ ഒരു ഇപ്പോഴാണ് റിയൽ, സന്തോഷം അതെ ഒരു വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് റിയൽ, പറഞ്ഞില്ല. അതെ ഈ റിയൽ ഒരു മീ ഇപ്പോഴാണ് ഇപ്പൊ ആയത്. നമ്മൾ നമ്മുടേതായ ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അനുഭവമായിരിക്കും രഞ്ജുവിന് ഇത്. മറ്റ് സ്ത്രീകളോട്, അതായത് ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്റ്റോറുകൾ അല്ലെങ്കിൽ ക്ലോത്തുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം, അങ്ങനെയുള്ള ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും രഞ്ജുവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഓക്കെ, ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയില് ഒരു സീരീസ് പോലെ റീൽസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു, റൈറ്റപ്പ് ഒക്കെ ആയിട്ട്. അത് അതിൽ എല്ലാം ഞാൻ എങ്ങനെയാണോ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്, അതായത് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ റൈറ്റപ്പ് പോലെ എഴുതി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് പേർക്ക് പ്രയോജനമായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴും എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വിജയിച്ചവരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരുന്ന കൂടുതലും പേര് ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ കയ്യിലെടുക്കാനില്ല, അല്ലെങ്കിൽ എനിക്ക് സ്പേസ് ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും. പക്ഷേ നമുക്കുള്ള കഴിവ് വെച്ച് നമുക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യാം, എന്തും മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും ബാക്കിലോട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണേലും സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പൊ പടം വരയ്ക്കാൻ അറിയാമെങ്കിൽ പോലും നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ള കഴിവ് അത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഒരു എന്താണോ നമ്മുടെ കയ്യിലിരിക്കുന്ന കഴിവ് അത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പൊ ആ എക്സ്ക്യൂസുകൾ നമുക്കത് പറ്റില്ലാത്തതുകൊണ്ടാണ് പല എക്സ്ക്യൂസുകളും. അത് ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് എക്സ്ക്യൂസ് എന്നോട് തന്നെ പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും എക്സ്ക്യൂസുകൾ മാത്രമാണ്. നമുക്ക് അവസരങ്ങൾ, നമ്മുടെ കയ്യിലുള്ള അവസരങ്ങൾ എന്താണെങ്കിലും നമുക്കത് യൂസ് ചെയ്താൽ മതി. നമുക്ക് ബാക്കിയൊക്കെ നമ്മുടെ ബാക്കിൽ വരും. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ എന്തായാലും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഷുവറാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാവുന്നത്? അത് കുറച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് തന്നെ എടുക്കാൻ തോന്നിച്ച തോന്നലാണോ, അതോ ആ ഒരു ഹാർഡ് വർക്ക് ആണോ, അതോ ആ ഒരു സമയത്ത് അത്രത്തോളം പോപ്പുലർ അല്ലാതിരുന്ന ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ റിസ്ക് എടുത്തത് കൊണ്ടാണോ? എങ്ങനെയാണ് ആ ഒരു വിജയത്തെ നോക്കി കാണുന്നത്? എന്തായിരിക്കും അതിന്റെ ഒരു ഫാക്ടർ? ഒരു ലക്ക് ഫാക്ടർ ആണോ, അതോ ഒരു സക്സസ് ഫാക്ടർ എന്തായിട്ടാണ് കാണുന്നത്? എനിക്ക് ഈ കാരണം ഒരുപാട് തരത്തിലുള്ള പ്ലാനിങ്ങോ തുടങ്ങിയ ആളുകള് പരാജയപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സുകൾ ശരിയാകാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം തുടങ്ങുന്നു, അത് വളരെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിന് നമ്മളെ സഹായിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. ശരിക്കും ഗീവ് അപ്പ് ചെയ്യാത്തത് തന്നെയാണ്. നമുക്ക് പല ടൈമിലും ഗീവ് അപ്പ് ചെയ്യാൻ തോന്നും. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ അത് വലിയൊരു ഒരുപാട് റിസ്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഇത് നിർത്തി പോകാൻ തന്നെ തോന്നും. ചില സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ 1 2 വ്യൂസ് ഒക്കെ കിട്ടുന്ന ദിവസങ്ങൾ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, നമുക്ക് സെയിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഇത് വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ തോന്നി ആദ്യ സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അതുപോലെ സപ്ലയേഴ്സ് പറ്റിച്ചിട്ട് എനിക്ക് ഇനി ഈ പരിപാടി നിർത്തിയാലോ, എനിക്ക് പറ്റില്ല, എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഗീവ് അപ്പ് ചെയ്യാതിരുന്നത് തന്നെയാണ് എൻ്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് അങ്ങനെയാണ് ഞാൻ നോക്കി കാണുന്നത്. കാരണം ഗീവ് അപ്പ് ചെയ്തായിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഒരു വ്യൂ ഉള്ളൂ, 2 വ്യൂ ഉള്ളെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വീഡിയോ നിർത്തിയാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലോട്ട് വരാൻ പറ്റില്ലായിരുന്നു. കാരണം ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്കത് എന്തൊക്കെ ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് വയ്യെങ്കിലും എല്ലാം നമ്മളത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം എന്തായാലും. കാരണം നമ്മൾ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അലോഗ്രഹത്തിനോ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിന്റെ റിസൾട്ട് പതിയെ ആണെങ്കിലും നമ്മളിലോട്ട് എത്തും. ഞാൻ വളരെ ബേബി സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് ചെയ്തത്. വളരെ സ്ലോലിയാണ് എന്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇന്ന് തുടങ്ങി നാളെ തന്നെ നമുക്ക് വിജയിക്കാൻ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ടൈം എടുക്കും എന്തായാലും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ വിജയിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ആകെ 2000 വ്യൂസ് 3000 വ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു 10K വ്യൂസ് ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു 10K ഫോളോവേഴ്സ് എനിക്ക് ആകുമായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി. അപ്പം എല്ലാം നമുക്ക് ബാക്കിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി, അതിനൊരു ബ്രേക്ക് എടുക്കാതെ ഇരുന്നാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. എന്തായാലും നമ്മൾ ഗിവപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് രഞ്ജു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും സംഭവിക്കുന്ന അതാണ്, പലരും ചിലത് തുടങ്ങും, പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിലൊന്നും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് അതെ നിർത്തിവെക്കുന്ന അതെ അത് കൂടുതലും പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നിർത്തുന്നത്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നമുക്കത് പറ്റുമോ, നമുക്ക് ഇഷ്ടമാണോ ചെയ്യാൻ മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ എന്തായാലും നമുക്ക് സാധിക്കും. അതിലൊരു ബോറടി ഉണ്ടാവുകയേ ഇല്ല. ശരിയാണത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലിക്ക് പോകാൻ തന്നെ, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഓൺലൈൻ ബിസിനസിന്റെ ലീഗാലിറ്റികൾ എന്തൊക്കെയാണ്, ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോ പ്രത്യേകിച്ച് ലൈസൻസുകളോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അപ്പൊ ചിലരൊക്കെ അങ്ങ് ഒന്നും അറിയാതെ അങ്ങ് തുടങ്ങുന്നവരായിരിക്കാം. ഇപ്പോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ കേക്ക് ബിസിനസ് ഒക്കെ തുടങ്ങിയിരുന്ന പല ആൾക്കാരും അതിന്റെ ലൈസൻസ് ഒന്നും എടുക്കാതെ തുടങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഓൺലൈൻ ക്ലോത്ത് ബിസിനസ്സിന് എന്തൊക്കെ തരത്തിലുള്ള ലീഗാലിറ്റീസ് ആണുള്ളത്, എന്തൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ലൈസൻസും എടുക്കാതെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ പിന്നെ MSME ഉദ്യമ ലൈസൻസ് എടുത്തു ഫസ്റ്റ്. അത് നമുക്ക് തന്നെ ഓൺലൈനിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ MSMEയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനിൽ, അത് ഒരു ലൈഫ് ലോങ് ലൈസൻസ് തന്നെയാണ്. ഒരു 1 ടൈം ചെയ്താൽ മതി. അപ്പോൾ അതല്ലെങ്കിൽ അക്ഷയയിൽ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിൽ ചെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ MSMEയുടെ ലൈസൻസ് എടുത്തിട്ട് എനിക്ക് 2 വർഷത്തോളം ഞാൻ വേറെ ഒരു ലൈസൻസും എടുത്തിട്ടില്ല. പിന്നീട് ഞാൻ ഇങ്ങോട്ട് വെയർ ഹൗസിലോട്ട് മാറിയ സമയത്താണ് ഒരുപാട് ഫേക്ക് ID എന്നൊക്കെ, അതായത് എന്റെ പേര് വെച്ചിട്ട് എന്റെ പേജ് പോലെ ഓപ്പൺ ചെയ്ത് എന്റെ ലോഗോ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ട്രേഡ് മാർക്ക് എടുത്തത്. അപ്പോൾ ലോഗോയ്ക്കും എന്റെ നെയിമിന് ഞാൻ ട്രേഡ് മാർക്ക് എടുത്തു. അതുപോലെ ട്രേഡ് ലൈസൻസ് എടുത്തു. ട്രേഡ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് പിന്നെ GST രജിസ്റ്റർ ചെയ്തു. അതൊക്കെ സ്ലോലി ആണ് കേട്ടോ. ആദ്യം ഈ MSME ലൈസൻസ് മാത്രം മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഒന്നും ഇല്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓക്കെ ഇത് നമ്മൾ മുമ്പോട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും MSME ലൈസൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ നമുക്ക് ബാക്കി ലൈസൻസുകളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ട്രേഡ് ലൈസൻസ് ഒക്കെ എടുക്കാൻ ഒരു ചെലവുകളൊന്നും ഇല്ല. നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അതൊരു 100 റുപ്പീസ് അങ്ങനെ ചെലവേ ഉള്ളൂ. പിന്നെ ട്രേഡ് ലൈസൻസ് നമ്മുടെ, അതായത് ട്രേഡ് ലൈസൻസ് അല്ല, ട്രേഡ് മാർക്ക് ലൈസൻസ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ലോഗോയോ അല്ലെങ്കിൽ നമ്മുടെ പേരോ വേറെ ആരും യൂസ് ചെയ്യല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ലൈസൻസ് ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ആരുടെയും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് എടുത്തിട്ടും ചെയ്യാൻ പറ്റുന്ന ലൈസൻസുകളാണ് എല്ലാം. ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് സെറ്റ് ആയത്. എല്ലാം ഓക്കെ ആയി. കാരണം വെയർ ഹൗസ് ഒക്കെ സ്വന്തമായിട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം ചെയ്തത്. അപ്പോൾ ഇപ്പൊ ഇത്രയും ലൈസൻസുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ ആണെങ്കിലും ഓഫ്ലൈൻ സ്റ്റോർ പോലെ തന്നെ എല്ലാ ലൈസൻസുകളും ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ടാക്സ് പേയ്മെന്റ് തുടങ്ങി എല്ലാം ഒരു റണ്ണിങ് ആണിപ്പോൾ. ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് രഞ്ജുവിന് തോന്നുന്നത്? പ്രത്യേകിച്ചും പല സ്ത്രീകളെ സംബന്ധിച്ചും അതില്ല എന്നുള്ളതാണ് നമുക്ക് കേരളത്തിലൊക്കെ പലതും കാണാൻ സാധിക്കുന്നത്. ഇനി സമ്പാദിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് അതിന്റെ മേൽ പ്രത്യേകിച്ച് ഒരു അധികാരമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കാം. ജോലിക്കാരാണെങ്കിൽ പോലും അവരുടെ ശമ്പളത്തിന് മേലെ അവർക്കൊരു അധികാരമില്ലാത്ത അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഒരു ട്രൂ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് രഞ്ജുവിന് തോന്നുന്നത്? രഞ്ജു സ്വന്തമായി സമ്പാദിക്കുന്നു, മുൻപ് ജോലി ചെയ്യുമായിരുന്നു, മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ച്? എനിക്ക് മനസ്സിലായി, പല ടൈപ്പ് സ്ത്രീകളുണ്ട്. ചിലവർക്ക് അവരുടെ കംഫർട്ടബിൾ സോണിൽ അവർ സുഖമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് ഫീൽ ചെയ്യാറ് പോലും ഇല്ലാത്ത സ്ത്രീകളുണ്ട്. അവർക്ക് അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ട, അവർക്ക് അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നവരെ അല്ലാതെ എന്നെ പോലെ വിചാരിക്കുന്നവർക്ക് എന്തായാലും എന്തെങ്കിലും ഏണിങ്സ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഏണിങ്സ് എന്ന് പറയുന്ന വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ, വേറൊരാളോട് ചോദിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ പേഴ്സിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുക എന്ന് പറയുന്നത് അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 20 പൈസ തൊട്ട് തന്നെ ഞാനൊരു സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു ബ്രേക്ക് വരുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഒരു കംഫർട്ടബിൾ സോണിലല്ല എപ്പോഴും ജീവിക്കുന്നത്. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ചിട്ടാണ് ജീവിക്കുന്നത്. കംഫർട്ടബിൾ സോണിൽ 1-2 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റും. മൂന്നാമത്തെ ദിവസം
എനിക്ക് അതിൽ നിന്ന് എന്തായാലും ഞാനത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും വെറുതെ വീട്ടിലിരിപ്പ് നടക്കുന്ന, അതായത് എന്ത് വീട്ടമ്മ എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ എന്താണോ നമുക്ക് കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അല്ലാത്തവരും ഉണ്ട്, അവർ അതിൽ സന്തോഷം ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ ഒന്നും പറയാനില്ല. ബാക്കിയുള്ളവർക്ക് എന്തായാലും ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. അവർക്ക് അതിൻ്റെതായ കോൺഫിഡൻസ് ഉണ്ടല്ലോ, വേറെ ആരെയും ഒന്നിനും ആശ്രയിക്കേണ്ട എന്നുള്ളൊരു കോൺഫിഡൻസ്. എന്നാൽ അത് അഹങ്കാരമൊന്നും അല്ല, അത് നമ്മുടെ ഒരു പ്രൈഡാണ്. നമ്മുടെ ഒരു അതില് ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന സ്ത്രീകളെ പോലെ നോർമൽ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കേണ്ട ഞാൻ ഇത്രയും എനിക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്താൻ പറ്റിയെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകൾക്കും ഇത് സാധിക്കും. അവരുടെ എന്താണോ കഴിവ് അത് മാർക്കറ്റ് ചെയ്ത് അതിലൊരു ഏണിങ്സ് കണ്ടെത്താൻ എല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, എനിക്കൊന്ന് പവിത്രയ്ക്ക് എന്തോ ബ്രേക്ക് ആയിട്ടുണ്ട്, പവിത്രയുടെ കണക്ഷൻ. പവിത്ര കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുമോ? എനിക്ക് കേൾക്കത്തില്ല കേട്ടോ. ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമായിരുന്നു തോന്നുന്നു, കട്ടായി പോയി. അത് പറഞ്ഞോളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തീർത്തായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞു. പവിത്ര അതിന്റെ ഇടയ്ക്ക് മിസ്സായി പോയി. ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തന്നെയാണ് രഞ്ജു പറയുന്നത്. അപ്പൊ എല്ലാ സ്ത്രീകളും അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ ഒരു രഞ്ജൂസ് വാർഡ്രോബിന്റെയും സൗപർണികയും സംബന്ധിച്ചുള്ള അടുത്ത പ്ലാനുകൾ എന്താണ്? ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ രീതിയിൽ വളരണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ വെക്കുന്നത് എന്ന് പറയാം. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ വരെ എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. നാളെ എന്താണോ സംഭവിക്കുന്നത് അനുസരിച്ച് ആ ഒരു ഒഴുക്കിനകത്ത് നീന്തുക എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്ന, ഞാൻ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഓർത്തോണ്ടിരുന്ന ഞാൻ വേൾഡ് വൈഡ് ആയിട്ട് ഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. പണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 10 അല്ലെങ്കിൽ 15 ഓർഡേഴ്സ് ആയിരുന്നു എനിക്ക് വീക്കിലി ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട് മന്ത്ലി ഒരു 1000 എബോ ഓർഡേഴ്സിലോട്ട് എത്തി. അപ്പോൾ ഇത്രയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി ആയി വന്നതാണ്. അപ്പോൾ ഇനിയാണെങ്കിലും ഞാൻ ഓൺലൈൻ തന്നെയായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഓൺലൈൻ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ ഓഫ്ലൈനിലോട്ട് പോകുക അങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നതും ഓൺലൈനിൽ തന്നെയാണ്. നമ്മളൊരു ഷോപ്പിട്ട ഒരു ഏരിയയിലുള്ള ആൾക്കാരെ മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ തന്നെ നിൽക്കുന്നതാണ് നന്നായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒത്തിരി പേരും ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഉള്ളവർ ഒത്തിരി പേരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, രഞ്ജു ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങുമോ അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതിലോട്ട് നമ്മൾ എത്തും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പൊ എന്താണോ വരുന്നത് അതനുസരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. വലിയ പ്ലാനുകളൊന്നും എനിക്ക് ഒരിക്കലും ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അല്ലാതെ ഡെയിലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോവുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. പുതിയ പുതിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രഞ്ജുവിന് സാധിക്കട്ടെ. രഞ്ജു വന്നിരിക്കുന്നത് കൊണ്ട് രഞ്ജുവിനോട് ചോദിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യം രഞ്ജുവിന്റെ മുടിയെ കുറിച്ചാണ്. രഞ്ജു ഈ കേളി ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. എങ്ങനെയാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം?
ഓക്കെ ഓക്കെ. ഞാൻ കേളി ഹെയർ, അതായത് ചെറുതിലേ തൊട്ട് കേളി ഹെയർ തന്നെയാണ്. എൻ്റെ പപ്പയുടെ ഫാമിലി എല്ലാവരും കേൾസ് ഉള്ള ആളുകളാണ്. അപ്പോൾ പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ എണ്ണ വെച്ച് നന്നായിട്ട് കെട്ടിവെച്ച് നടക്കുക എന്നല്ലാതെ കേൾസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആഫ്രിക്കൻസ് ആണ് കേൾസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടു തുടങ്ങിയത്. ആ സമയത്ത് ഇതെങ്ങനെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് കേൾസ് ഇത്രയും മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഡൗട്ടിൽ നിന്നാണ് നമ്മൾ ഈ CGM കേളി ഹെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു 8 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും മിഡിൽ ഈസ്റ്റിലുള്ളവരെ ആയിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പായിരുന്നു കേരള കേളി സുന്ദരീസ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് കേൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്. CGM എന്നുള്ള മെത്തേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങിയ ഒരുപാട് കേൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികളെ കാണാൻ പറ്റും. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ CGM മെയിൻറ്റെയിൻ ചെയ്യണേ, ഇതെല്ലാം ഒരു നാച്ചുറൽ മെത്തേഡാണ്. അതായത് കേൾസ് നന്നായിട്ട് മോയ്സ്ചറൈസർ കീപ്പ് ചെയ്ത്, അതായത് എന്താ പ്രോട്ടീനും മോയ്സ്ചറും ബാലൻസ് ആയി ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടാൽ കേൾസ് അവിടെ നല്ല ഭംഗിയായിട്ട് കിടന്നോളും. അത് നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പം ആ ഒരു അതായത് നാച്ചുറൽ കെയർ എങ്ങനെയാണോ കേൾസ് കുഞ്ഞു കൊടുക്കേണ്ടത്, ആ കെയർ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കേൾസ് ഇങ്ങനെ തന്നെ കിടന്നോളും. നമ്മൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സലൂണിൽ പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് പൈസ കൊടുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നാച്ചുറൽ കേൾസ് തന്നെയാണ്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ കേരള കേളി സുന്ദരീസ് എന്നുള്ള ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ റീൽസ് ഒക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിൽ നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി കേളി ഹെയർസ് എങ്ങനെയാണ് ഈ കേൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വരുന്ന റീൽസ് ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് കുട്ടികൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ റീൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് വരുന്ന അലോവേര ജെല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും കേൾസ്. അപ്പോൾ ഇതിന് വലിയ പേയ്മെന്റുകളുടെ, അതായത് ചെലവൊന്നുമില്ല, എക്സ്പെൻസീവ് ചിലവില്ല. ഒന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കേൾസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴാണ് ഇനി എഴുതുന്നത് എന്നുള്ളതായിരിക്കും. എന്താണ് രഞ്ജു ആന്റണി എഴുത്ത് നിർത്തിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എഴുത്ത് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. വായന, എഴുത്തെന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കൂടുതലും സ്റ്റോറീസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. ഒത്തിരി എഴുതി കൂട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് എഴുത്ത് മാത്രമായിരുന്നു എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ടൈം ഇല്ലാത്തതുകൊണ്ട്, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. കാരണം ഈ പറഞ്ഞ 24 hours ഇതിന്റെ ബാക്കിലായതുകൊണ്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനോട് ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഉണ്ടായിരിക്കണം ഡെയിലി, നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ. പിന്നെ അത് പോസ്റ്റ് ചെയ്ത് അതിന് റിപ്ലൈ വരുന്ന കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ എന്തായാലും നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. എനിക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇന്നലെയും കൂടെ മൂത്ത മോൻ പറഞ്ഞതേ ഉള്ളൂ, അമ്മയുടെ ക്രോസ് വേൾഡിൽ കയറിയിട്ട് അമ്മയുടെ ബുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുമോ, അമ്മയുടെ ബുക്ക് അമ്മ എഴുതിയിട്ട് ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി ടൈം കൂടുതൽ സ്റ്റാഫൊക്കെ വന്ന് കുറച്ചും കൂടെ ഒക്കെ ഞാൻ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമായിരിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ നിന്നൊക്കെ കഥാപാത്രങ്ങളൊക്കെ പോയിട്ട് സാരികളും അതിന്റെ ഡിസൈൻസും ഒക്കെ ആയെന്ന് തോന്നുന്നു കൂടുതലും. പക്ഷെ ഞാൻ റീഡിങ്ങിലോട്ട് തിരിച്ചു വരുന്നുണ്ട് പതിയെ പതിയെ. ബുക്കുകളൊക്കെ വായിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ എഴുതി തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സംരംഭം എന്ന നിലയിൽ എന്തൊക്കെയാണ് ഒരു നമ്മുടെ പ്രേക്ഷകരായ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് പറയാം. എനിക്ക് ഓൺലൈനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഒരു അറിവില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടം വരെ എത്താൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇരിക്കാതെ നമുക്ക് അറിയാവുന്നത് എന്തൊക്കെ പഠിക്കാൻ പറ്റും, അതിന്റെ ബാക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആരുടെയും ഹെൽപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുക, അവർ ചെയ്തു തരാനായിട്ടാണ് നമ്മളിങ്ങനെ ഇരുന്ന് പോയത്, അങ്ങനത്തെ എക്സ്ക്യൂസുകളൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കുക. എൻഡ് ഓഫ് ദ ഡേ ശരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് വേറെ ആർക്കും അറിയാൻ പറ്റിയല്ലോ. നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിക്കോളും. നമ്മൾ എത്ര മാത്രം വിഷമിച്ചിരിക്കുന്നു അങ്ങനെയാണല്ലോ ചുറ്റുമുള്ളവർക്കും ആ നെഗറ്റിവിറ്റി തന്നെ കിട്ടുന്നത്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നല്ല ഭംഗിയായിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അതെല്ലാം നോക്കി പഠിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, നമ്മുടെ കഴിവുകളൊക്കെ യൂസ് ചെയ്യുക. നമുക്ക് ചെറിയൊരു ലൈഫേ ഉള്ളൂ, അത് ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
നന്ദി രഞ്ജു, നമ്മുടെ കൂട്ടക്ഷരങ്ങൾ ടോക്സിൽ ഇത്രയധികം കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്തതിന്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകും. അവർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, ഇപ്പൊ ഓൺലൈൻ സ്റ്റോർ ആകണം തന്നെ ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഇൻസ്പിറേഷനായി മാറാൻ രഞ്ജുവിന്റെ ഈ ഇന്റർവ്യൂ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രഞ്ജുവിന്റെ എല്ലാ സംരംഭങ്ങൾക്കും, എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. കൂട്ടക്ഷരങ്ങളുമായി സഹകരിക്കുന്നതിന് വളരെയധികം നന്ദി. ഉടനെ തന്നെ എഴുത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ സാരി സ്റ്റോറിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ചെറിയൊരു വില്ലേജ് ജനിച്ച് വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ബാക്കി ഇങ്ങനെ നോക്കി കണ്ട് സന്തോഷിച്ചിട്ടേ ഉള്ളൂ. അവരൊന്നും എന്നെ തേടി വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട്, അതായത് അവരുടെ മെസ്സേജ് വരുമ്പോൾ ഇവർ തന്നെയാണോ എന്ന് വിശ്വസിക്കാതെ കൈ വരച്ചിട്ടുള്ള സംഭവങ്ങൾ വരെ എനിക്കുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ വായിച്ചതേ ഉള്ളൂ. അതായത് നമ്മൾ ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്താൽ ബട്ടർഫ്ലൈസ് ഒരിക്കലും അത് പറന്നു പോകത്തേ ഉള്ളൂ, നമ്മുടെ അടുത്തോട്ട് വരികയില്ല. അതേസമയത്ത് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്തായും മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിലും ബട്ടർഫ്ലൈസ് എല്ലാം നമ്മുടെ അടുത്തോട്ട് തനിയെ വരും. അത് എൻ്റെ കാര്യത്തിലെ എക്സാമ്പിൾ തന്നെയാണ്, ഞാൻ തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പോൾ പലരും ഒത്തിരി പേരിലോട്ട് എനിക്ക് എത്താൻ പറ്റിയതും ഞാൻ ആ ഒരു ബ്രേക്ക് ഞാൻ മാറ്റി, ഞാനൊരു ഡാർക്ക്നെസ്സിൽ പെട്ടുപോയേനെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഞാൻ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. അപ്പൊ എല്ലാവർക്കും അത് സാധിക്കട്ടെ. എല്ലാവരും എല്ലാ എക്സ്ക്യൂസുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് പറ്റുന്നത് എന്താണോ ചെയ്യേണ്ടത് അത് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും ചെയ്യുക, ബാക്കിയൊക്കെ നമ്മുടെ ബാക്കിൽ വരും. അപ്പോൾ ശരിക്കും പവിത്രേനെ ഞാൻ അറിയുന്നത് ആദ്യം പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങിയ സമയത്താണ്. അതിനു മുമ്പ് ഫേസ്ബുക്ക് വഴി അറിയായിരുന്നു. എഴുത്തിലൂടെയാണ്, ശരിക്കും എഴുത്തിലൂടെയാണ് ഞാൻ പവിത്രേനെ അറിഞ്ഞത്. അപ്പൊ പവിത്രേനെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഇനിയും പവിത്രയുടെ എഴുത്തും പവിത്രയുടെ ഈ സംരംഭമൊക്കെ നന്നായിട്ട് വിജയിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, നല്ലൊരു ഇന്റർവ്യൂർ ആവട്ടെ, നല്ലൊരു റൈറ്റർ ആവട്ടെ. എല്ലാ ആശംസകളും പവിത്രയ്ക്കും. താങ്ക് യു സോ മച്ച്. നന്ദി രഞ്ജു. അപ്പോൾ കൂട്ടക്ഷരങ്ങൾ ടോക്സിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ ഫീച്ചർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെയോ ജയശ്രീ ജോണിനെയോ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ലോകം ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത അതിഥിയുമായിട്ട് കൂട്ടക്ഷരങ്ങൾ ടോക്സ് വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.